മനുഷ്യ വന്യജീവി സംഘർഷ ലഘൂകരണത്തിന് 10 വർഷത്തിനുള്ളിൽ സംസ്ഥാനത്ത് ചിലവിട്ടത് 240 കോടിയിലധികം രൂപ. എങ്കിലും ഫലമുണ്ടായില്ല. മൃഗങ്ങളുടെ കാടിറക്കം കൂടാനുള്ള കാരണങ്ങളും താഴെത്തട്ടിലെ പ്രശ്നങ്ങളും വിശകലനം ചെയ്യാൻ ജീവനക്കാരോട് വനം വകുപ്പ് അഭിപ്രായം തേടി. അക്കാദമിക് പഠനത്തിനപ്പുറം വസ്തുതാപരമായ ഘടകങ്ങൾക്ക് ഊന്നൽ നൽകി യാഥാർത്ഥ്യത്തിന്റെ പിൻബലമുള്ള നിഗമനത്തിൽ എത്താനാണ് ശ്രമം. കഴിഞ്ഞ വർഷം മനുഷ്യ വന്യജീവി സംഘർഷത്തെ സംസ്ഥാന സവിശേഷ ദുരന്തമായി പ്രഖ്യാപിച്ചിരുന്നു. റാപ്പിഡ് റെസ്പോൺസ് ടീം, സ്ട്രൈക്കിംഗ് ഫോഴ്സ് എന്നിവയുണ്ടായിട്ടും ഫലപ്രദമായ പരിഹാരം അകലെയാണ്. സെക്ഷൻ ഫോറസ്റ്റ് ഓഫീസർമാർ മുതൽ റേഞ്ച് ഫോറസ്റ്റ് ഓഫീസർമാർ വരെയുള്ളവരെ വിളിച്ചു ചേർത്തുള്ള പരിശീലനത്തോടൊപ്പം കാരണങ്ങൾ സംബന്ധിച്ച് അവരുടെ അഭിപ്രായവും അനുഭവവും തേടുകയാണ് വനംവകുപ്പ്. 2022 മുതൽ 25 മാർച്ച് 14 വരെയുള്ള കണക്കനുസരിച്ച് സംസ്ഥാനത്ത് വന്യമൃഗങ്ങളും പാമ്പുകടിയും കാരണം മരിച്ചത് 230 പേരാണ്. 4314 പേർക്ക് പരിക്കേറ്റു. കൃഷിനാശവുമായി ബന്ധപ്പെട്ട് 20,039 പരാതിയുണ്ടായി. ഇതോടെ വന്യജീവികളെ നശിപ്പിക്കാനുള്ള കൂട്ടായ്മകളുമായി രാഷ്ട്രീയ പിന്തുണയുള്ള കർഷക സംഘടനകൾ രംഗത്ത് വന്നു. കാട്ടുപന്നികളെ വെടിവെച്ച് കൊല്ലാനുള്ള ചീഫ് വൈൽഡ് ലൈഫ് വാർഡന്റെ സവിശേഷ അധികാരം പഞ്ചായത്ത് പ്രസിഡന്റുമാർക്ക് നിബന്ധനകളോടെ സർക്കാർ നൽകിയിട്ടുണ്ട്. 9 വർഷത്തിനിടെ 92 നിയമസഭാ മണ്ഡലങ്ങളിൽ 4663 കാട്ടുപന്നികളെയാണ് കൊന്നത്. ഈ രീതി തുടർന്നാൽ അനധികൃത കൂട്ടായ്മകൾ ആന, കടുവ, പുലി തുടങ്ങിയവയെ കൂടി കൊല്ലാൻ തുടങ്ങിയേക്കുമെന്ന് വനംവകുപ്പ് ഇന്റലിജൻസ് വിഭാഗം മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. അടുത്തിടെ ജനവാസ കേന്ദ്രങ്ങളോട് ചേർന്ന് ആന, കടുവ, പുലി തുടങ്ങിയവയെ ചത്ത നിലയിൽ കണ്ടെത്തിയ സംഭവങ്ങൾ വകുപ്പ് ഗൗരവത്തോടെയാണ് കാണുന്നത്. ഇടുക്കി വിഷൻ, കുമളി.